ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന, പിള്ളേർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ പനീർ പോക്കറ്റ്സ് ആയിട്ടാണ്. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ക്യാരറ്റ് കൊത്തിയരിഞ്ഞത്, ഇത് ജിഞ്ചർ ഗാർലിക് ക്രഷ്ഡാണ്, അത് നമുക്ക് പേസ്റ്റും യൂസ് ചെയ്യാം. പിന്നെ ഒറിഗാനോ, പിസ്സ മിക്സ്, പിന്നെ നമ്മുടെ സോയാ സോസ്, ബട്ടർ. ഇതിപ്പോൾ നമ്മൾക്ക് സോൾട്ടഡാണ് യൂസ് ചെയ്യണത്, സോൾട്ടഡും യൂസ് ചെയ്യാം. അതിനനുസരിച്ച് നമ്മൾ സോൾട്ട് കൺട്രോൾ ചെയ്താൽ മതി. പിന്നെ മെയിൻ ഐറ്റം പനീർ ഇവിടെ 3 പാക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് ടൊമാറ്റോ കെച്ചപ്പ്, ദെൻ ലാസ്റ്റ് ബട്ട് ഓപ്ഷണൽ ഷെസ്വാൻ സോസ്. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. പാനിൽ ബട്ടർ ഇടുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺസ് ബട്ടറാണ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് വൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓർ ക്രഷ്ഡ്. ഇത് ഗ്രീൻ ചില്ലിയാണ്, നമ്മൾ ഇൻഗ്രീഡിയൻസിൽ കാണിച്ചില്ലായിരുന്നു. പിസ്സ മിക്സ്. ഗ്രീൻ ചില്ലി നമുക്ക് ഓപ്ഷണലാണ്, കൂടുതൽ സ്പൈസി ആവണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാം, കാരണം ഈ ഷെസ്വാൻ സോസിന് കുറച്ച് സ്പൈസിനെസ് ഉണ്ട്. നെക്സ്റ്റ് ഒറിഗാനോ, അതൊരു മിനിറ്റ് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. പിന്നെ ക്യാരറ്റ്, അത് രണ്ടും ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് പയ്യെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. സോൾട്ട് എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. നെക്സ്റ്റ് കെച്ചപ്പ്, ദെൻ സോയാ സോസ്. ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. ഇതൊന്നും ഒത്തിരി ടേസ്റ്റ് കിട്ടാൻ താല്പര്യമില്ലാത്തവർക്ക് അതനുസരിച്ച് കുറയ്ക്കാം. ലാസ്റ്റ് സോസ് ഷെസ്വാൻ. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതൊരു അത്യാവശ്യം ടൈറ്റ് കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്ക് പനീർ, കട്ട് ചെയ്ത് വെച്ച പനീർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ആ ക്ലിപ്പിംഗ് മിസ്സായിപ്പോയി. ഇതിപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. പനീർ ആഡ് ചെയ്തിട്ടും കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബേസ് റെഡിയാക്കാം. ഞാനിവിടെ റെഡിമെയ്ഡ് പൊറോട്ടയാണ് എടുക്കുന്നത്. ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിൽ ആദ്യം ചെയ്യേണ്ട ഒരു കട്ടിട്ട് കൊടുക്കുക. പകുതി റേഡിയസിൻ്റെ അത്രയും ഒരു കട്ടിട്ട് കൊടുക്കുക. ഇത് നമ്മൾ പാനിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടായതുകൊണ്ടാണ് ഓൾറെഡി കട്ടിട്ടിട്ട് നമ്മൾ പാനിലേക്ക് ചൂടാക്കുന്നത്. പാനിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് വെച്ച് കൊടുക്കുക. അറിയാമല്ലോ, അത് റെഡിമെയ്ഡ് നമ്മൾ സാധാരണ എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് അതുപോലെ ചുട്ടെടുക്കുക. ഇതുപോലെ തിരിച്ചിട്ടും മറിച്ചിട്ടും നമ്മൾ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഈ പനീർ ക്യൂബ്സിൻ്റെ സൈസ് കൂടുതലാന്ന് തോന്നുന്നവർക്ക് കുറച്ചുകൂടി ചെറുതാക്കി കട്ട് ചെയ്യാം. ഇനി ഇതിങ്ങനെ ഒരു പോക്കറ്റ് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ആ കട്ട് ഉള്ള പോർഷനും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനീർ പോക്കറ്റ് റെഡി. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ടിഫിൻ ബോക്സിൽ കൊടുക്കാൻ നല്ലതാണ്, അത്യാവശ്യം ഹെൽത്തിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.